ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ മാത്രമാണ് ഈ ഇഡ്ഡലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. നല്ല ടേസ്റ്റുള്ള ഒരു ഇഡ്ഡലിയാണ്. നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി അരി, 1 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന് എല്ലാം ഈ ഒരു അളവ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് കപ്പ് വേണമെങ്കിലും എടുത്താൽ ഇതേ റേഷ്യോയിൽ എടുക്കണം. ഇനി നമുക്കിതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ കുതിർത്തി എടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനൊരു 2-3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി ഇത് അടച്ച് വയ്ക്കാം. കുതിർന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കലക്കിയിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി പച്ചമുളക്. അപ്പം സാധാരണ മുളക് വേണമെങ്കിലും എടുക്കാം. ഇത് ആ വെളുത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇതുകൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം മാവിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് അരയ്ക്കുമ്പോൾ നമുക്ക് കൂടെ ചേർത്ത് അരച്ചും വയ്ക്കാം. ഇനി നമുക്ക് ഞാനിപ്പോൾ ഈ ഇല ഉപയോഗിച്ചാണ്, ചീലാന്തി ഇല, ഇതിലാണ് ഞാനിന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇലയിൽ ഒരല്പം വെളിച്ചെണ്ണ, ഇപ്പോൾ ഇല ഇല്ലാതെയും നമുക്ക് ചെയ്യാം. തട്ടിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇല ഉള്ളത് കൊണ്ട് ഇലയിൽ വയ്ക്കുന്നു. ഇലയിൽ ഒരല്പം എണ്ണ തടവിയിട്ട് ഈ ഞെട്ടൊക്കെ വേണമെങ്കിൽ മുറിച്ച് കളയാം. ഇനി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചീലാന്തി ഇല ഇതിലാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്. ഇലയിൽ ഒരല്പം വെളിച്ചെണ്ണ തൊട്ടതിന് ശേഷം നമുക്കിതുപോലെ ഇഡ്ഡലി തട്ടിൽ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് മാവ് ഒഴിക്കാം. അപ്പം മാവ് ഞാൻ ഓൾറെഡി ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇഞ്ചിയും പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ചേർത്ത് കൊടുത്തു. പണ്ടൊക്കെ വീടുകളിൽ നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലത്തെ ഇഡ്ഡലി കുക്കറൊന്നും ഇല്ലായിരുന്ന സമയത്ത് എല്ലാ വീടുകളിലും ചെയ്തിരുന്നത് ഇതുപോലെ ഇല ഉപയോഗിച്ചാണ്. വാഴയില നമുക്കെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ എടുക്കാം. നമുക്കിതിനുള്ള ഒരു ചമ്മന്തി അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു തേങ്ങയുടെ ഒരു പകുതി ചിരകി എടുത്തിട്ടുണ്ട്. ഒരല്പം പുളി കുറച്ച് മതി. മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2-3 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു പച്ചമുളക്,
കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറിയ പീസ് പുളി കുറച്ച് മതി. ഇനി ഇത് നമുക്ക് കട്ടയ്ക്ക് അരച്ചെടുക്കണമെങ്കിൽ വെള്ളം കുറച്ച് അരച്ചെടുക്കാം. ലൂസായിട്ട് മതിയെങ്കിൽ വെള്ളം കൂട്ടി നന്നായിട്ട് അരച്ച് എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക് എല്ലാം ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും ചേർത്തു. ഇനി നമുക്കിതിൽ ചമ്മന്തി അരച്ചതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെന്തു. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ സൈഡിൽ ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അധികം ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഇഡ്ഡലിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇല കിട്ടുന്നുള്ളവർക്ക് ഇല വെച്ച് ട്രൈ ചെയ്യാം. ഇല കിട്ടാത്തവർക്ക് നമ്മൾ തട്ടിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് ചെയ്യാം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. കൂടാതെ ഈ ഇലയിൽ വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ പൂവിഡ്ഡലി റെഡിയായി. അപ്പോൾ ആ ഇലയുടെ ഒരു കളറ് ഇതിൻ്റെ പുറത്ത് കുറച്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഹെൽത്തിയാണ്. കൂടാതെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അതൊക്കെ മാവിൽ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ നമ്മൾ ആ ഇലയിൽ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പോൾ ഇല കിട്ടുന്നുള്ളവർക്ക് ഇല വെച്ച് ചെയ്യാം. ഇല കിട്ടാത്തവർക്ക് നമ്മൾ തട്ടിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാം ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.